പ്രതിരോധ മരുന്ന് എത്തുന്നതിനു മുമ്പേ അഷ്മിൽ ഡാനിഷ് മരണത്തിന് കീഴടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ 11:30 മരണം. ഹൃദയസ്തംഭനമാണ് മരണകാരണം. നമ്മുടെ 14 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. ഇന്ന് രാവിലെ 10:50 ഒരു മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു. അതുകൂടാതെ 10:50 ആയപ്പോൾ മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി, പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ച് ബന്ധുക്കളുമായി ചർച്ച ചെയ്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ ലഭിച്ചതോടെ സംഖ്യ 246 ഉയർന്നു. ഇതിൽ 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. 4 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ അവരുമായിട്ട് ആശയവിനിമയം നടത്തി. അവരുടെ കൂടി താല്പര്യം കൂടി അറിഞ്ഞിട്ട് ആയിരിക്കും ചെയ്യുക. സംസ്കാര ചടങ്ങുകൾ ശാസ്ത്രീയമായ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ചെയ്യും. പൂനെയിൽ നിന്ന് മൊബൈൽ ലാബ് നിപ്പ പരിശോധനയ്ക്കെത്തും. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിയന്ത്രണം ശക്തിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ തുടരും. അടുത്ത ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.